ചേട്ടനായിരുന്നു. ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന 8 കല്യാണം മുടക്കിയ നാരികൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ. വിവരം അറിയും. ഇത് നടക്കും അശോക, നടക്കും. ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അളിയന്മാര് കേൾക്കണ്ട, അവരിതും കലക്കും. കലക്കും. ചെറുക്കന്റെ അച്ഛൻ ആരാന്ന വിചാരം? ആരാ? റിട്ടയർഡ് മിലിറ്ററിയാ. ഇത്തിത്താനം ത്രിവിക്രമം പിള്ള. ദൈവാധീനം കൊണ്ട് അങ്ങേർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സ്വഭാവ ദൂഷ്യമില്ലാത്തൊരു പെണ്ണ്. അപ്പൊ സാമ്പത്തികം വേണ്ടേ വേണ്ട. പിന്നെ ഒരു മഹാഭാഗ്യം, ചെറുക്കന് ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക. അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ താമസിച്ച് ഇവിടുന്ന് ജോലിക്ക് പോയാൽ ചെയ്യാമല്ലോ അല്ലേ? എന്താ അശോക? അല്ല, ഞാൻ എന്ത് പുണ്യം ചെയ്തവനാ? 2 അളിയന്മാരുടെ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല. അപ്പോഴിതാ 3ാമത്തെ അളിയനും. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിര് പോരുന്നു. അപ്പൊ ഇതാരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ? ഇത് ഞാൻ നടത്തിയിരിക്കും അശോക. എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം അവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഒരേ ഒരു ആങ്ങളേ ഉള്ളൂ, ജോലി ഒന്നും ആയിട്ടില്ല, ഇന്റർവ്യൂകൾക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു. അയ്യോ അതല്ല, എന്റെ ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? നീ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു? പറഞ്ഞു ചേട്ടൻ മറന്നുപോയതാ. ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ച ചേട്ടൻ ഞാൻ ഇന്ന് ഇല്ലാത്തതിന്റെ കുറവ് കൂടി പരിഹരിക്കണം. അശോക, പ്രായം കൊണ്ട് അമ്മാവനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ചേട്ടനാടാ. കൃഷ്ണനോ ഇങ്ങോട്ട് കാണാൻ? അതെ, ഗിരിജയുടെ കല്യാണം ഉറപ്പിച്ച ഇതിനകത്ത് കയറൂന്നുള്ള വാശിയിലായിരുന്നു. ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അമ്മേ. അതെയോ? അതെ. അമ്മ അകത്തോട്ട് പോയി എന്തെങ്കിലും കുടിക്കാനെടുക്കും. ചേട്ടാ, കല്യാണം ഉടനടി നടത്തണം. ഏത് തലതിരിഞ്ഞവനെ നടുറോട്ടിൽ സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു? തുടരുത്, കണ്ണടച്ചിരുട്ടാക്കരുത്. ആരാ? മനസ്സിലായില്ല. ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ ആയിക്കൊള്ളൂ. പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരൽപ്പം ദയ, സഹതാപം. ആ യുവാവ് ഞാനാണ്. ആ യുവാവോ? നിങ്ങൾക്കറിയില്ല അല്ലേ? സ്ത്രീ കുലടയാണ്, വിശ്വസിക്കരുതെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്നത കണ്ടപ്പോൾ താൻ ആരെന്ന് പറയുള്ളൂ, ചുമ്മാ കാട് കയറാതെ. ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ഞാനാണ്. ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം. സോറി, നിങ്ങളല്ല, നിങ്ങളുടെ മകൻ. ഇത് നോക്ക്, ഈ പെൺകുട്ടിയും ഞാനും ഇല്ല, ഞാനത് പറയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളെ വേർപിരിക്കരുത്. എന്താ കുഞ്ഞുവിഷ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണോ? കേട്ടില്ലേ? ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞങ്ങളുടേത്. കുട്ടപ്പാ, വണ്ടി എടുക്ക്. ആ ബ്രോക്കറെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അയാളുടെ വാചകം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംശയം. അച്ഛൻ കയറി വണ്ടി എടുത്ത് മാറ്റണേ. മാറ്റി. തനിക്ക് ആ തെണ്ടിയുടെ വീട് അറിയോ? ഓ, അറിയാം. എന്നാ വണ്ടി വിട്ടു. ഭഗവാനെ ഗുരുവായൂരപ്പ, നിവർത്തിയേട് കൊണ്ടാണേ ആ ബ്രോക്കർ കൃഷ്ണൻ നായർ ചേട്ടൻ ആപത്തൊന്നും വരുത്തരുതേ. അയ്യോ, കൊണ്ടുപോയി കുഴി ചാടിക്കാന്ന് ഞാൻ നിരപരാധിയാണ്. എന്റെ ചെറുക്കനെ പെണ്ണ് അയ്യോ, കാര്യം പറഞ്ഞ കഴിക്കണം. അയ്യോ, എന്താണെന്ന് അറിയണ്ടേ? അയ്യോ, ഞാൻ ബ്രോക്കർ പണി നിർത്തി. ഞാൻ ബ്രോക്കർ പണിക്ക് പോവില്ല. അയ്യോ, എന്നെ തല്ലരുത്, തല്ലരുത്. അയ്യോ പോയടാ. അയ്യോ മോനെ, എന്റെ ചേട്ടൻ ഒരു പോക്കായടാ. എന്ത് പറ്റിയേട്ടാ? ചേട്ടനെ കൊല ചെയ്തടാ. ഞാൻ ജീവച്ചവമായടാ. കൈ ഒടിഞ്ഞോ? ചേട്ടൻ കരയാതെ, നമുക്കിതിന് പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. മാറി നിൽക്കണോ ചൂര്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്നപ്പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്? അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ടേ ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കൂ.
അനുഭവിക്കും. ആ അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരായി കല്യാണം കലക്കിയത്. അളിയന്റെ കൂടെ ഞാനുണ്ട്. പറയളയാ. ഇങ്ങോട്ട് മാറി നിൽക്കണം അവിടെ. കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. താൻ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. ഇയാളുടെ വർത്താനം കേട്ടാ തോന്നുന്നു കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടങ്ങിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. അതെ. രണ്ടാള് മാത്രമാക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് ഇരിക്കടോ, പുറത്താകുന്നത്? വേണ്ട 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 വേണോ അളിയാ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നിന്നെ എന്റെ കൈ കിട്ടും. കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇതിലൊന്നും വരളുന്നവനല്ല എല്ലാലിച്ചും പെരുവഴി. അതെ, നിർത്തിയത് നന്നായി. അല്ലെങ്കിൽ ഓവറായേനെ. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. ഓ, ഞാനൊരു ഉപമ പറഞ്ഞാണ് എന്റെ ഭാമേ. അതെങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആ, ഇവിടെ കിടക്കുന്നത് കൊണ്ടാ 3-4 നേരം വെട്ടി വിഴുങ്ങുന്നത്. അതോർത്തോ. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്നാ എനിക്ക് ഇപ്പൊ സംശയം. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മേലും കീഴും നോക്കണ്ട. അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ച് ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാലിച്ചും കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ. മസിൽ കൂടി കൂടി വരുന്നു. മതി മതി, ശക്തി നോക്കല്ലേ. മനസ്സിലായിട്ടുണ്ട്. ഓതിരം കടകൻ ഊഴിക്കടകൻ ആ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. നീ ഇതിലൂടെ വിടരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. എന്താ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തിരെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചെന്താ താൻ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ? പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെ ഏട്ടാ, പോലീസ് ഒന്ന് 2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി?
പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാനം ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് ശോക നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമിയ ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിയിൽ നിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെയും തല ഞാൻ കൊയ്യും. ഭാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കട്ടെ. എന്റെ പെട്ടി തുറക്കരുത്. ആഹാ, സുമ, എന്റെ പെട്ടി തുറക്കരുതെന്നാ പറഞ്ഞത്. അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ ദേ, പെട്ടി തൊട്ട് കളിക്കരുതെന്നാ പറഞ്ഞത് കേട്ടില്ലേ? കാണിച്ചു തരാം. ആഹാ, എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. അയ്യോ, ആ. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ നോക്കുന്നു. സുമി, തൊണ്ടി എവിടെ? ചേട്ടാ, എന്റെ മാല തൊണ്ടി കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടി എടുത്ത തെണ്ടി ആര്? അയ്യോ, നിങ്ങൾ അവനെ വെട്ടിയോ? ഇല്ല. സുമി, ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ ഈ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോ കൊടുത്താ പോരെ? അതുപോരാ, ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ, ആ, ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി, നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞേ? അത് മുക്കുപണ്ടാണ് ചേട്ടാ.